പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഇപ്പം ജ്വല്ലറിയുടെ അതിൻ്റെ ഓണറേയും അവർ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയൊക്കെ വേഷം മാറിയൊക്കെ നടക്കുന്ന നമ്മൾ നാഗേന്ദ്രൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിലും നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവന്തിക അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ആദർശ് ഇപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ തിരക്കാനൊക്കെ ആദർശ് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ആദർശിനെ വഴി തിരിച്ച് വിടണമെങ്കിൽ നയനയ്ക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്താൽ മാത്രമേ ആദർശ് അതിൻ്റെ പിറകെ പോകത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളാണെങ്കിൽ അവന്തിക അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട് അതെന്തായാലും ശരിയാണെന്ന് വെച്ചാൽ കാര്യം വെച്ചാൽ അവിടെ ആണെങ്കിൽ അവരാണെങ്കിൽ ഒരു നന്മ മരം കണക്കാണല്ലേ അവർ നടക്കുന്നത്. അവിടെ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കിയുള്ള എല്ലാവരും മോശക്കാരാണെന്നല്ലേ പറഞ്ഞിട്ട് അവർ നടക്കുന്ന ഇതൊക്കെ. അപ്പോൾ അവർക്കിട്ടൊരു നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ അവന്തികയും ഇങ്ങനെ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നു. ആ സമയത്ത് നമ്മൾ അവന്തിക പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും മോൾ അതിനിട്ടൊരു പണി നമുക്ക് എന്തായാലും കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ടാണെങ്കിൽ നാഗേന്ദ്രൻ അവന്തിക അടുത്ത് പറയുന്നുണ്ട് എന്തായാലും മോളെ കയ്യിൽ ഞാൻ ഷൂക്കേഴ്സ് ഞാൻ ഏൽപ്പിക്കാം, ആ മോളെ കൂടെ ഒരാൾ വരെയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് മോള് ഭദ്രമായിട്ടാണെങ്കിൽ നയന സഞ്ചരിക്കുന്ന കാറിൽ കൊണ്ടുവയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് ഈ സ്വർണ്ണം നമുക്ക് ഇവിടുന്ന് കളവ് പോയെന്നും പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു കേസ് കൊടുക്കുകയൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോൾ ഈ കാര്യങ്ങൾ വേറെ ആരുടെടുത്തും സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും മോളാണെങ്കിൽ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ നയന സഞ്ചരിക്കുന്ന വണ്ടിയുടെ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആ കൂടെ അയക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ്റെ പറയുന്നതനുസരിച്ച് നമ്മൾ അവന്തികയാണെങ്കിൽ ആ കൂടെ പോകുന്ന ആൾക്കാണെങ്കിൽ വണ്ടിയുടെ നമ്പരെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഈ സ്വർണ്ണവും ബോക്സും ഒക്കെ ആണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ അയാളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയന പോകുന്ന സമയത്താണെങ്കിൽ ഇയാളാണെങ്കിൽ വന്നിങ്ങനെ കാറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവരാണെങ്കിൽ വേറൊരാളെയും കൂടെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അയാളാണെങ്കിൽ നമ്മളെ നയനെ അറിയാതെ തന്നെ വണ്ടിയിലാണെങ്കിൽ ഡിക്കിയൊക്കെ തുറന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ ബോക്സ് ആണെങ്കിൽ അതിനകത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേറൊരാളാണെങ്കിൽ ആ ടൈമിൽ നയനയുടെ വണ്ടിയുടെ അടുത്ത് നിന്നൊക്കെ മാറ്റിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നയനടുത്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ അവർക്കാണെങ്കിൽ അനുസരിച്ച് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് ശരി മേഡം, ഞാനാണെങ്കിൽ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ ഡൗട്ടും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ച് ചോദിച്ചത്. ഇപ്പോൾ മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം ഞാൻ കളഞ്ഞതിൽ ക്ഷമിക്കുകയൊക്കെ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നത് അത് കുഴപ്പമില്ല, എന്നാലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയിലാണെങ്കിൽ ഈ സ്വർണ്ണം വെച്ച അയാളാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് നയന സഞ്ചരിച്ച വണ്ടിയിലാണെങ്കിൽ സ്വർണ്ണം വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതെല്ലാം സക്സസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങളും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയിലെ പിന്നെ ഡിസൈനറായ നയനയാണത് മോഷ്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസാണെങ്കിൽ നമ്മളെ നയനയുടെ വണ്ടിയാണെങ്കിൽ പിന്തുടർന്ന് അവർ പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പോലീസുകാരാണെങ്കിൽ നയനയുടെ വണ്ടി നിർത്തിയിട്ടാണെങ്കിൽ വണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഈ സൂക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരത് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ നയനയാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് തന്നെ നമ്മൾ നയനയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതെങ്ങനെ എൻ്റെ വണ്ടി വന്നെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയുടെ അവരാണെങ്കിൽ പോലീസ് നയനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, എനിക്കാണെങ്കിൽ ഇതെങ്ങനെ എൻ്റെ വണ്ടിയിൽ വന്നതൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നയനെ കരഞ്ഞൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ് നയനയാണെങ്കിൽ പറയുന്നുണ്ടെങ്കിലും പക്ഷേ പോലീസുകാരാണെങ്കിൽ അതൊന്നും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല. കേൾക്കാതെ അവർ നമ്മളെ നയനയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ജയിലിലൊക്കെ കൊണ്ടുപോയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ നയനെ. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ അവിടെ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ അറിഞ്ഞിട്ട് നന്ദു വന്നിട്ടുമ്പോഴും നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ആരോ അങ്ങാണ്ട് നയനെ വെച്ച് മനഃപൂർവ്വം പിന്നെ ഇതിനകത്ത് കുടുക്കിയതാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മളെ നന്ദുവിനൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നവ്യാണെങ്കിൽ നവീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീനെ വിളിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിലും നമ്മൾ നവീനാണെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നയനയാണെങ്കിൽ അവർ കോടതിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്ന ടൈമിലാണ് നമ്മൾ നവീനാണെങ്കിലും അവിടെ സ്റ്റേഷനിലൊക്കെ എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.